ഈ സങ്കടപ്പെടുത്തുന്ന കുറേ വാർത്തകൾ വന്നപ്പോൾ അതിനിടയിൽ സന്തോഷ് കൂടുതൽ കുറച്ച് നേരത്തെ അയച്ച ഒരു സന്ദേശമാണ്. സുജയ മാഡം പ്ലീസ് സന്തോഷം തരുന്ന ഒരു വാർത്തയെങ്കിലും ഒന്ന് ചെയ്യാമോ? സന്തോഷം തരുന്ന വാർത്തകൾ തന്നെ തരണം എന്നുള്ളതാണ് 2025 ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകളൊക്കെ ദുഃഖം നിറഞ്ഞതാണ്. അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കാൻ നമുക്ക് നമ്മുടെ ദീപക് മലയമ്മയിലേക്ക് ഒന്ന് പോകാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് തുടങ്ങിയിട്ടുണ്ട്. തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ നടക്കുന്ന മത്സരത്തിൽ വിവിധ കാറ്റഗറികളിലായി 150-ലേറെ താരങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകി ഓഫ് റോഡിങ്ങിന് കോഴിക്കോട് സ്ഥിരം വേദി എന്ന ലക്ഷ്യവും ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബാക്കി കഥ ദീപക് മലയമ്മ പറയും. നമസ്കാരം. നമ്മളിന്ന് ഒരു അഡ്വഞ്ചർ റേസിന് വേണ്ടി പോവാണ്. ഇത് തിരുവമ്പാടി തുഷാരഗിരി മേഖലയിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിത് കാണാൻ പോകുന്നത് ഓഫ് റൈഡിങ്ങിൻ്റെ ഏറ്റവും മാസ്മരികമായ കാഴ്ചകളായിരിക്കും. പോവാം, കമാൺ. അങ്ങനെ മത്സരങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. എനിക്കൊപ്പം തിരുവമ്പാടി MLA ആയിട്ടുള്ള ലിൻഡോ ജോസഫ് കൂടിയുണ്ട്. ലിൻഡോ, ഇതിപ്പം ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നതാണ് പറയുന്നത്, അവിടെ എത്തുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ ഗോവയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത്. അതിനെ നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രാഥമിക ആലോചന കഴിഞ്ഞ തവണ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പ് നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററുമായി സംസാരിച്ചൊരു ധാരണ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ചില കൂടുതൽ സൗകര്യങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. ഭാവിയിൽ നമുക്ക് അത്തരം വലിയ ചാമ്പ്യൻഷിപ്പുകൾ, ലോകോത്തരമായ ചാമ്പ്യൻഷിപ്പുകൾ നമുക്കിവിടെ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആലോചനയിൽ ഞങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. അങ്ങനെ സജീവതയിലേക്ക് ഈ ഒരു റേസിംഗ് ചാമ്പ്യൻഷിപ്പ് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. ആ കാഴ്ചകളിലേക്ക് കൂടി പോകാം. അങ്ങനെ ആകെ മൊത്തം അഡ്വഞ്ചറാണ്. അതിനിടയ്ക്കാണ് എൻ്റെ ഒപ്പം ഒരാൾ കൂടി ചേരുന്നത്. ബിൻചേട്ടാ, എന്താ സ്ഥിതി? നല്ല സ്ഥിതി തന്നെ. കണ്ടില്ലേ, ഫുൾ ചളിയും മണ്ണും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ എങ്ങനെ ഇങ്ങനെയൊരു പ്രാന്ത് വന്നു? കുറച്ച് കാലമായിട്ടുള്ളതാണ്. വണ്ടി ഇഷ്ടമാണ്, വണ്ടി ഓടിക്കാനും വണ്ടികൾ. പിന്നെ ഉള്ള കൂട്ടുകാരൊക്കെ നമുക്ക് അങ്ങനത്തെ കൂട്ടുകാരാണ് ഉള്ളത്. അപ്പോൾ പിന്നെ വണ്ടി ഭ്രാന്ത്. ഈ പടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ പരിപാടി? അല്ല, പടങ്ങൾ ഇപ്പം ബ്രേക്കാണ്. ഇപ്പം തുടരും 30-ാം തീയതി റിലീസാണ്. അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഈ പരിപാടികൾ. അപ്പം ഇതിനുള്ള സമയം നമ്മൾ കണ്ടെത്തും എങ്ങനെയെങ്കിലും. മത്സരത്തിനും പോകാറുണ്ട്, മത്സരിക്കാറുമുണ്ട്, നമ്മൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം ലൈക്ക് യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം വണ്ടികൾ ഇഷ്ടമുള്ള ആൾക്കാരും വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും അത് റേസും കാര്യങ്ങളും റോട്ടിൽ വേണ്ട, ട്രാക്കിൽ മതി. അതിനാണ് നമ്മളതിനങ്ങനെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റോട്ട് കിടന്നിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ അതിനോടനുബന്ധിച്ച് ഇതിന് കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കാനുണ്ട്. കാരണം ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ സ്പെക്കും, പിന്നെ അത് ലാൻഡിൻ്റെ ഇൻഷുറൻസ്, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങൾ, അങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ നല്ല നട്ടപ്പൊരി വെയിലെന്നൊക്കെ നമ്മൾ അല്ലേ കോഴിക്കോട് പൊതുവേ പറയും, നട്ടപ്പൊരി വെയിലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ബിനു പപ്പു എന്ന് പറയുന്ന വണ്ടിപ്രാന്തന് മറ്റു വണ്ടിപ്രാന്തന്മാരോട് ഒരു കാര്യം എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ബി സേഫ്. ട്രാക്കിൽ മാത്രം മതി റേസ്, റോട്ടിൽ വേണ്ട. അത് തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇവിടുത്തെ അഡ്വഞ്ചർ ഈ റേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിരവധി മത്സരങ്ങൾ നടക്കാനുണ്ട്. നാളെയും മറ്റന്നാളുമായി മത്സരങ്ങൾ പുരോഗമിക്കും. അതിൽ 1-ാം സ്ഥാനം ആരാകും, ആരൊക്കെയാണ് കപ്പ് നേടുന്നത്, അതിനപ്പുറത്ത് നേരത്തെ ബിനു പറഞ്ഞതുപോലെ ബി സേഫ് എന്നുള്ളതാണ്. അതിനൊപ്പം ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും വേണം. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.